ഡിസംബർ 1 മുതൽ 5 വരെ നമുക്ക് അവധി കിട്ടിയിരിക്കുകയാണ്. സാധാരണയാണെങ്കിൽ നമ്മളിൽ പലരും പല രാജ്യങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യാറുണ്ട്. ചിലർ ജോർജിയയിൽ പോകും, ചിലർ അർമേനിയയിൽ പോകും, ചിലർ ഒമാനിൽ, സലാല, അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ യാത്ര ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് യാത്രാ വിലക്കുകളും മറ്റു പല കാരണങ്ങൾ കൊണ്ട് എല്ലാവർക്കും അറിയാം, ഈ ഒരു പാൻഡമിക്കിൻ്റെ സമയത്ത് നമ്മൾ പുറത്ത് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മൾ എന്നാലും വീട്ടിനുള്ളിൽ നിന്നൊന്ന് പുറത്തിറങ്ങാറുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ ഒരു 5 ദിവസം അവധി അടുപ്പിച്ച് കിട്ടിയിരിക്കുന്നതുകൊണ്ട്. ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ചില ഭക്ഷണ വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. ഇത് ഞങ്ങളുടെ ഒരു സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പരിചയപ്പെടുത്തൽ. അതിൽ പോരായ്മകളുണ്ടാവാം, പരിമിതികളുണ്ടാവാം. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി 1 ഡസനിലധികം വിഭവങ്ങൾ, നമ്മൾ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. കാലിക്കറ്റ് പാരഗൺ റെസ്റ്റോറൻറ്റിൻ്റെ ഉച്ചയൂണും മട്ടൺ ബിരിയാണിയും ചെമ്മീൻ ഡ്രൈ ഫ്രൈയും നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ഒന്നാണെന്ന് ഞങ്ങളുടെ സർവേ ഫലം പറയുന്നു. നാടൻ കറികളാണ് ഉച്ചയൂണിന് വിളമ്പുന്നത്. മട്ടൺ ബിരിയാണിയോ ഒറിജിനൽ. ചെമ്മീൻ ഡ്രൈ ഫ്രൈ കാലിക്കറ്റ് പാരഗന്റെ സിഗ്നേച്ചർ ഡിഷാണ്. ഗിസൈസിലും ഷാർജയിലുമുള്ള നെല്ലറ റെസ്റ്റോറൻറ്റിന്റെ 2 വിഭവങ്ങളാണ് നിങ്ങൾ നിർബന്ധമായും കഴിച്ചിരിക്കണം എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ വന്ന അടുത്ത വിഭവങ്ങൾ. ഒന്ന് നെല്ലറ ചിക്കൻ ഡ്രൈ ഫ്രൈ, ഒന്ന് അരക്കോഴി പൊള്ളിച്ചത്. നെല്ലറ ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് പ്രത്യേകതരം മസാലക്കൂട്ടിൽ ചെയ്തെടുത്തിരിക്കുന്ന ഒരു വിഭവമാണ്. പിന്നെ അരക്കോഴി പൊള്ളിച്ചത് നല്ല വാഴയിലയിൽ, നല്ല പൊള്ളിച്ച വാഴയിലയിൽ പൊതിഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു വിഭവമാണ് അരക്കോഴി പൊള്ളിച്ചത്. അജ്മാനിൽ ഈ അടുത്ത കാലത്ത് പ്രശസ്തി ആർജിച്ച മലബാർ തട്ടുകടയിൽ നിന്നും നിങ്ങൾ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട വിഭവങ്ങൾ: ഒന്ന് സമുദ്ര സദ്യ, കാട്ടുപോത്ത് റോസ്റ്റ്, പെരി പെരി ബീഫ്. ഈ സമുദ്ര സദ്യ എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഞാനൊന്ന് പറയാം. മീൻ അച്ചാറ്, ചെമ്മീൻ ചമ്മന്തി, മീൻ പീര, മീൻ വറ്റിച്ചത്, ചെമ്മീൻ മാങ്ങാക്കറി, കൂന്തൽ റോസ്റ്റ്, മീൻ വറുത്തത്, മീൻ പൊള്ളിച്ചത്, നെത്തോലി ഫ്രൈ, ചെമ്മീൻ കറി, പിന്നെ നാടൻ മീൻകറി, ഞണ്ട് രസം. അങ്ങനെ മീനിന്റെ ഒരു സമുദ്രം തന്നെയാണ് സമുദ്ര സദ്യയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ കാട്ടുപോത്ത് റോസ്റ്റും, നല്ല എരിവോട് കൂടിയ കാട്ടുപോത്ത് റോസ്റ്റും, പെരി പെരി ബീഫും. പെരി പെരി ബീഫ് ആ സോസ് ഉപയോഗിച്ച് ചെയ്യുന്ന വളരെ വ്യത്യസ്തമായ ഒരു വിഭവമാണ് പെരി പെരി ബീഫ്. ഇതാണ് മലബാർ തട്ടുകടയിലെ, അജ്മാനിലെ മലബാർ തട്ടുകടയിൽ നിന്നും നിങ്ങൾ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട വിഭവങ്ങൾ എന്നാണ് സർവേ ഫലം സൂചിപ്പിക്കുന്നത്. നാടൻ വിഭവങ്ങൾക്ക് പേരുകേട്ട കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ നിന്നും നിങ്ങൾ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട 2 വിഭവങ്ങൾ: ഒന്ന് ചിക്കൻ ലഗൂൺ ബിരിയാണി, ഒന്ന് കല്ലിൽ ചുട്ടെടുത്ത ബീഫ്. പല റെസ്റ്റോറൻറ്റുകളും പലരും ഈ ഒരു ചിക്കൻ ലഗൂൺ ബിരിയാണി അനുകരിക്കാൻ ശ്രമിച്ചെങ്കിലും കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു രുചിക്കൂട്ട് അത് വേറിട്ട് തന്നെ നിൽക്കുന്നു. വാഴയിലയിൽ നല്ല ചൂടോടെ വിളമ്പുന്ന ചിക്കൻ ലഗൂൺ ബിരിയാണി മറ്റെങ്ങും കിട്ടാത്തത്ര ആ ഒരു ആസ്വാദ്യതയോടുകൂടി നമുക്ക് അനുഭവിച്ചറിയാവുന്നതാണ്. പിന്നെ കല്ലിൽ ചുട്ടെടുത്ത ബീഫ്. ഇത് രണ്ടും നിങ്ങൾ ഈ ഒരു ഹോളിഡേയ്സിന് ഇടയിൽ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട 2 വിഭവങ്ങളാണെന്ന് നമ്മുടെ സർവേ ഫലം പറയുന്നു. ഷാർജ മൊവൈലയിലെ അൽ മദീന ഷോപ്പിംഗ് സെന്ററിന്റെ എൻട്രൻസിന് തൊട്ടടുത്തുള്ള ഖാന പീന റെസ്റ്റോറൻറ്റിൽ നിന്നും നിങ്ങൾ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ഒരു വിഭവമാണ് ചിക്കൻ എരിപിരി എന്ന കനലിൽ ചുട്ടെടുക്കുന്ന ഒരു പ്രത്യേകതരം വിഭവം. ഇത് ഹെൽത്തിയാണ്. അത് മാത്രമല്ല, വിന്റർ സീസണിലൊക്കെ കഴിക്കാൻ പറ്റിയ, പുറത്തിരുന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു വിഭവം കൂടിയാണ് ചിക്കൻ എരിപിരി എന്ന് പറഞ്ഞ് കനലിൽ ചുട്ടെടുക്കുന്ന ഒരു വിഭവം. അതുപോലെ തന്നെ അവരുടെ വിവിധ തരം ചാർക്കോൾ ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ ചാർക്കോൾ, ഗ്രീൻ ചില്ലി ചാർക്കോൾ, ഫിഷ് ഗ്രിൽ, വിവിധ ഇനം തായ്, ആഫ്രിക്കൻ തവ ഗ്രിൽസ്. ഇതൊക്കെയും ഖാന പീന റെസ്റ്റോറൻറ്റിന്റെ പ്രത്യേകതകളാണ്. 1 വർഷം കൊണ്ട് തന്നെ കണ്ണൂർക്കാരുടെ സ്വന്തം റെസ്റ്റോറൻറ്റ് എന്ന് പേരുകേട്ട മലബാർ മക്കാൻ റെസ്റ്റോറൻറ്റ്, ഗിസൈസിലെ ഡെമാസ്കസ് സ്ട്രീറ്റിലുള്ള മലബാർ മക്കാൻ റെസ്റ്റോറൻറ്റിൽ നിന്നും നിങ്ങൾ കഴിച്ചിരിക്കേണ്ട ഒരു വിഭവം പരിചയപ്പെടുത്തുകയാണ്: ദം നാരിയലി പ്രോൺസ്. അതായത് ഇളനീരും ചെമ്മീനും, അതാണ് ഈ ദം നാരിയലി പ്രോൺസ്. അതൊരു പ്രത്യേക രീതിയിൽ ദമ്മൊക്കെ ഇട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു പ്രത്യേകതരം ഡിഷാണ് ദം നാരിയലി പ്രോൺസ്. അപ്പോൾ ഇത് അരിപ്പത്തിരിയുടെ കൂടെ കഴിക്കുന്നത്, അതാണ് അരിപ്പത്തിരിയാണ് ഈ ദം നാരിയാലി പ്രോൺസിന്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ. എങ്കിലും നാടൻ പൊറോട്ടയും ചപ്പാത്തിയും ചോറും എന്താണെന്ന് വെച്ചാൽ എന്തിന്റെ കൂടെയും കഴിക്കാവുന്ന ഒരു പ്രത്യേകതരം ഡിഷാണ് ഈ ദം നാരിയാലി പ്രോൺസ്. നല്ല തലശ്ശേരി ദം ബിരിയാണി കഴിക്കണമെങ്കിൽ ഈ അവധിക്കാലത്ത് നിങ്ങൾ നേരെ പൊയ്ക്കോളൂ ഉമ്മൽ കോയിനിലെ തലശ്ശേരി റെസ്റ്റോറൻറ്റിലേക്ക്. നല്ല ഒറിജിനൽ തലശ്ശേരി ദം ബിരിയാണിയാണ് അവിടുത്തെ ഹൈലൈറ്റ്. അത് മാത്രമല്ല, വിവിധ തരത്തിലുള്ള ചില സ്പെഷ്യൽ ചാർക്കോൾ ഡിഷസും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒപ്പം കുഞ്ഞൻ കോഴി പൊരിച്ചത്, പിന്നെ ഒരുപാട് മറ്റ് ഐറ്റംസും തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ ലഭ്യമാണ്. എങ്കിലും
തലശ്ശേരി ദം ബിരിയാണി നിങ്ങൾ നിർബന്ധമായും രുചിച്ചിരിക്കേണ്ട ഒരു വിഭവമാണ് ഉമ്മൽ കോയിനിലെ തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ നിന്നും. കരാമയില് ADCB മെട്രോ സ്റ്റേഷനടുത്തുള്ള വൈഡ് റേഞ്ച് റെസ്റ്റോറൻറ്റ്, അവിടുത്തെ ഹമൂർ ചട്ടിക്കറി വളരെ പ്രശസ്തമായ ഒരു ഡിഷാണ്. ഫ്രഷ് ആയിട്ടുള്ള ഹമൂറിൻ്റെ ചട്ടിക്കറിയാണ് സെർവ് ചെയ്യുന്നത്. ഒരു ഹമൂർ ചട്ടിക്കറി ഉണ്ടെങ്കിൽ നമുക്കൊരു ടേബിളിൽ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും കഴിക്കാവുന്ന അത്രയും ക്വാണ്ടിറ്റിയാണ് ഒരു ഹമൂർ ചട്ടിക്കറിയിലുള്ളത്. ഇനി ഫ്രഷ് ഹമൂർ കിട്ടിയില്ലെങ്കിൽ ഫ്രഷ് ആവോലിയുടെ ചട്ടിക്കറിയും ഉണ്ട്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് വെള്ളയപ്പമാണ്. ഇപ്പോൾ വെള്ളയപ്പം ഒരു കോമ്പിനേഷൻ എങ്കിലും ചപ്പാത്തിയോ പൊറോട്ടയോ എന്തിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഹമൂർ ചട്ടിക്കറി ആസ്വദിക്കാവുന്നതാണ്. ഇത് അന്വേഷിച്ച് UAE പല ഭാഗങ്ങളിൽ നിന്നാണ് വൈഡ് റേഞ്ച് റെസ്റ്റോറൻറ്റിലേക്ക് ഈ ഒരു ഹമൂർ ചട്ടിക്കറി അന്വേഷിച്ച് ആളുകൾ എത്തുന്നത്. 24 മണിക്കൂറും വൈഡ് റേഞ്ച് റെസ്റ്റോറൻറ്റ് പ്രവർത്തിക്കുന്നു. ഗിസൈസ് ലുലുവിലെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഫുഡ് സെക്ഷനിൽ, അതായത് ഹോട്ട് ഫുഡ് സെക്ഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഭവങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ അവിടെ കാണാൻ കഴിയും. എങ്കിലും ആളുകളുടെ സർവേ ഫലപ്രകാരം പറയുന്നത് അവിടെ നിന്നും 2 വിഭവങ്ങളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് ബീഫ് ഫ്രൈയും ഒന്ന് നല്ല ചിക്കൻ ദം ബിരിയാണിയുമാണ്. നല്ല തേങ്ങാ കൊത്തിട്ട് വരട്ടിയെടുത്ത ബീഫ് ഫ്രൈ ആണ് ഒരു വിഭവം. മറ്റൊന്ന് നല്ല ചിക്കൻ ബിരിയാണി, ദം ഇട്ട ചിക്കൻ ബിരിയാണി. അത് കുറഞ്ഞ ചെലവിൽ, അതായത് കുറഞ്ഞ കോസ്റ്റിൽ ബൾക്കായിട്ടാണ് അവിടെ നിന്നും കൊടുക്കുന്നത്. വളരെ രുചികരമായ 2 വിഭവങ്ങളാണ് സർവേ ഫലത്തിൽ ലുലു ഗിസൈസിലെ ഹോട്ട് ഫുഡ് സെക്ഷനിൽ നിന്നും വന്നിരിക്കുന്നത്. ഷാർജ അബു ഷഗാറയിലെ എത്തിസലാത്ത് കസ്റ്റമർ കെയർ സെന്ററിനടുത്തുള്ള സിൽവർ ഫോർക്ക് റെസ്റ്റോറൻറ്റ്, അവിടുത്തെ 2 വിഭവങ്ങൾ പരിചയപ്പെടുത്താം. സർവേ ഫലത്തിൽ വന്ന 2 വിഭവങ്ങൾ. ഒന്ന് നല്ല ഇളനീർ ചിക്കൻ, മറ്റൊന്ന് നല്ല നാടൻ ചക്കപ്പഴത്തിന്റെ ജ്യൂസ്. കണ്ണൂരിൽ നിന്നും കൊണ്ടുവന്ന നല്ല നാടൻ ചക്കപ്പഴത്തിന്റെ ജ്യൂസ്. ഈ ഇളനീർ ചിക്കന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇളനീരിലാണ് ഇത് പാകം ചെയ്തെടുക്കുന്നത്. അതൊരു പ്രത്യേക രുചിക്കൂട്ടിൽ, ഒരു പ്രത്യേക മസാലക്കൂട്ടിലൊക്കെയാണ് ഈ ഒരു ഇളനീർ ചിക്കൻ പാകം ചെയ്തെടുക്കുന്നത്. ചപ്പാത്തിയോ പൊറോട്ടയോ അതിന്റെ 2ന്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് ഇളനീർ ചിക്കൻ. പിന്നെ കണ്ണൂരിൽ നിന്നും കൊണ്ടുവന്ന നല്ല നാടൻ ചക്കപ്പഴത്തിന്റെ ജ്യൂസ്. ഇത് 2മാണ് ഷാർജയിലെ അബു ഷഗാറയിലുള്ള സിൽവർ ഫോർക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നും നിങ്ങൾ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട 2 വിഭവങ്ങൾ എന്നാണ് നമ്മുടെ സർവേ ഫലം സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒട്ടനവധി കബാബുകളും ഇവരുടെ ശേഖരത്തിലുണ്ട്. ദുബായ്, ഷാർജ, റാസൽ ഖൈമ, അബുദാബി ഈ എമിറേറ്റുകളിലെല്ലാം ഔട്ട്ലെറ്റുകളുള്ള നമ്മുടെ ഗഫൂർ കാസ് തട്ടുകട, അവിടെ നിന്നും നിങ്ങൾ കഴിച്ചിരിക്കേണ്ട ഒരു വിഭവത്തിന്റെ പേര് പറയാം, ഇറച്ചി ചാകര. ഇറച്ചി ചാകരയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓംലെറ്റിന്റെ ബ്ലാങ്കറ്റ് നീക്കിയിട്ട് വേണം നമ്മൾ ആ ഇറച്ചി ചാകരയിലേക്ക് ഇറങ്ങാൻ. ഇറച്ചി ചാകര എന്ന് വെച്ചാൽ ചിക്കൻ, മട്ടൻ, ബീഫ്, താറാവ്, പിന്നെ അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഓംലെറ്റ്, ഇത്രയും കൂടെ ചേരുന്നതാണ് ഒരു പ്രത്യേകതരം ഡിഷാണ് ഇറച്ചി ചാകര. പിന്നെ ഉള്ളത് ഫിഷ് സദ്യ. വിവിധ തരം ഫിഷുകളുടെ കറികളും വറുത്തതും അടങ്ങിയ ഒരു ഫിഷ് സദ്യ. ഇത് 2മാണ് ഗഫൂർ കാസ് തട്ടുകടയിൽ നിന്നും നിങ്ങൾ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട 2 വിഭവങ്ങൾ എന്ന് ഞങ്ങളുടെ സർവേ ഫലം സൂചിപ്പിക്കുന്നു. 45 വർഷത്തെ പാരമ്പര്യമുള്ള റെയിൻബോ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പിന് കീഴിൽ വരുന്ന റെയിൻബോ സ്റ്റേക്ക് ഹൗസ്, നമ്മുടെ മെഗാ മോളിന്റെ തൊട്ടടുത്തുള്ള അൽഖാസിനി സ്ട്രീറ്റിലുള്ള റെയിൻബോ സ്റ്റേക്ക് ഹൗസിന്റെ മിക്സ്ഡ് ഗ്രിൽ നിങ്ങൾ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട വിഭവങ്ങളിൽ ഒന്നാണെന്ന് നമ്മുടെ സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ അവധിക്കാലത്ത്, അതായത് ഡിസംബർ 1 മുതൽ 5 വരെ ഒരു മിക്സ്ഡ് ഗ്രില്ല് വാങ്ങുമ്പോൾ സെർലോയിന്റെ ഒരു സ്റ്റേക്ക് തികച്ചും സൗജന്യമായി കൊടുക്കുകയാണ് റെയിൻബോ സ്റ്റേക്ക് ഹൗസ്. അതുപോലെ തന്നെ സീ ഫുഡ് ലവേഴ്സിന് ഒരു സീ ഫുഡ് പ്ലാറ്റർ വാങ്ങിക്കുമ്പോൾ ഒരു ഹോൾ ഗ്രിൽ ഫിഷും ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് നമ്മുടെ റെയിൻബോ സ്റ്റേക്ക് ഹൗസ്. ഇത് ഞങ്ങളുടെ പ്രാഥമിക പരിഗണനയിൽ വന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. നേരത്തെ പറഞ്ഞിരുന്നു പോരായ്മകൾ ഉണ്ടാവാം. എന്നിരുന്നാലും ഇതൊക്കെ നിങ്ങൾ രുചിച്ചു നോക്കിയിട്ട് ഞങ്ങളെ വിവരം അറിയിക്കണം. കൂടുതൽ സർവേ ഫലങ്ങളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. നമസ്കാരം.